കോടാലി മാങ്കുറ്റിപ്പാടത്ത് പ്രവർത്തിക്കുന്ന തപസ്യ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന ചന്ദനമരം മോഷണം പോയതായി പരാതി. തപസ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ കനാൽ ബണ്ട് റോഡിനോട് ചേർന്ന് നിന്നിരുന്ന 18 ഇഞ്ച് വണ്ണമുള്ള വലിയ ചന്ദനമരമാണ് കഴിഞ്ഞ രാത്രി മോഷ്ടിക്കപ്പെട്ടത്. സൈക്കോ റിഹാബ് സെൻ്ററിൻ്റെ ബോർഡറിലും ഉടമസ്ഥാവകാശത്തിലുള്ള പറമ്പാണിത്. അതിൻ്റെ റോഡിനോട് ചേർന്ന് നിന്ന ഏകദേശം 18 ഇഞ്ച് വണ്ണമുള്ള ചന്ദനമരമാണ്. 18 ഇഞ്ച് വണ്ണവും ഏകദേശം ഒരു 4 മീറ്റർ നീളവും. ഇത് റോഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വാഹനത്തിന് യാത്രയ്ക്കും തടസ്സമാവുന്നുള്ള ഇത് മഴയത്ത് കാറ്റത്ത് മറിയും എന്നുള്ളൊരു ഭയത്താൽ ഞങ്ങൾ സ്ഥല ഉടമകളായ ഞങ്ങൾ ഈ തപസ്യ അധികാരികൾ ഇതിൻ്റെ ഓണർഷിപ്പിൽ നിൽക്കുന്ന ലാലിമാറ്റി വായ്മറ്റം എന്ന് പറഞ്ഞ ഒരാളെ പേരിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ തപസ്യ സൈക്കോ റിഹാബിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അവരും ഞാനും കൂടെ പോയിട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ 1.5 മാസം മുന്നേ പോയിട്ട് രേഖാമൂലം പരാതി കൊടുത്താണ് ഇത് മുറിച്ച് നീക്കിത്തരണം, അതിന് വേണ്ടപ്പെട്ട നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. ഫോറസ്റ്റ് അതിൻ്റെ വേണ്ടപ്പെട്ട നടപടികൾ അവരോട് വന്ന് അന്വേഷിക്കുകയും വേണ്ടപ്പെട്ട നടപടികൾ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ഏത് തരത്തിലുള്ളതാണെന്നും ആര് അവകാശത്തിൽ നിൽക്കുക എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിൻ്റെ നടപടിക്രമത്തിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് രാത്രി, അതായത് തിങ്കളാഴ്ച രാത്രി കള്ളന്മാർ ചന്ദന മോഷ്ടാക്കൾ ഇത് മുറിച്ചു നീക്കി കൊണ്ടുപോയത്. ചന്ദനം മുറിച്ചു നീക്കാനുള്ള അനുമതിക്കായി റീഹാബിലിറ്റേഷൻ കേന്ദ്രം നടത്തിപ്പുകാർ അധികൃതരുടെ അനുമതിക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനിടെയാണ് ചന്ദനമരം മോഷ്ടിക്കപ്പെട്ടത്. വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി.